2024 തിരഞ്ഞെടുക്കപ്പെട്ട കറണ്ട് അഫയേഴ്സിലെ ബാക്കി ചോദ്യവും ഉത്തരവുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, നുഗു വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. 2024 ഏപ്രിൽ 26 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേരളത്തിലെ ഏത് ജില്ലാ ഭരണകൂടമാണ് തിരഞ്ഞെടുപ്പ് പ്രമേയമായി ഓട്ടൻ തുള്ളൽ അവതരണം പുറത്തിറക്കിയത്? ഇടുക്കി. കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ചെന്തുരുണി മേഖല. അംഗനവാടി കുട്ടികൾക്കായി ദേശീയ വിദ്യാഭ്യാസ നയം ആസ്ഥാനമാക്കി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതിയാണ് ആദർശില. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികളെ വീടുകളിൽ എത്തി അധ്യാപകർ പിന്തുണ നൽകുന്ന പദ്ധതിയാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം. 17 കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ട രാജാ രവിവർമ്മയുടെ ചിത്രം മോഹിനി. നിയോറ വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ലക്ഷദ്വീപിൽ ശാഖ ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്കാണ് HDFC. യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന പദ്ധതി പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. ലോകത്തെ ആദ്യ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഡെവിൾ. ലോകത്തെ ഏറ്റവും ശക്തമായ MRI സ്കാനർ ഇസ്യൂൾട്ട്. ഏതു ബഹിരാകാശ ഏജൻസിയുടെ അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹം ആണ് ടൈംഡ്? നാസ. 2020 പുരുഷ ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ഉസൈൻ ബോൾട്ട്. 2024 ലോക അമ്പെയ്ത്ത് ലോകകപ്പ് വേദി ഏത്? ഷാങ്ഹായ്. ദി വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന പുസ്തകം രചിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമാണ് ഷെയ്ൻ വാട്സൺ. 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഗുവാഹത്തി. 2024 പശ്ചിമ ബംഗാൾ രാജ്ഭവൻ്റെ ഗവർണർ അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ചത് ആർക്ക്? ജഗദീഷ് ശ്രീകുമാർ. ചന്ദ്രനിലേക്കുള്ള പാകിസ്ഥാൻ്റെ ആദ്യ ഉപഗ്രഹം ഐക്യൂബ് ഖമർ. സംസ്ഥാനത്ത് രണ്ടാമത്തെ മെട്രോ റെയിൽവേ ആരംഭിക്കുന്നത് എവിടെ? തിരുവനന്തപുരം. 2024 ഇന്ത്യയിലെ യൂണിസെഫ് അംബാസിഡറായി നിയമിതനായത് കരീന കപൂർ. 2026 തോമസ് കപ്പ് യൂബർ കപ്പ് ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം ഡെൻമാർക്ക്. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദ്. ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്നുള്ള ഗഗൻ സ്ട്രൈക്ക് 2 സംയുക്ത അഭ്യാസത്തിൻ്റെ വേദി പഞ്ചാബ്. 2027 ഫിഫ വനിതാ ലോകകപ്പ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ബ്രസീൽ. ഗുണ്ടകളെ പിടികൂടുവാൻ കേരള പോലീസ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ ആഗ്. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരി ഗോപിചന്ദ് തോട്ടക്കുറ. IPL 8,000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരം വിരാട് കോഹ്ലി. ലോകത്തിലാദ്യമായി 6G പുറത്തിറക്കിയ രാജ്യം ജപ്പാൻ. അന്റാർട്ടിക്കയിൽ സ്ഥാപിക്കുന്ന ഇന്ത്യയുടെ പുതിയ ഗവേഷണ സ്ഥാപനമാണ് മൈത്രി 2. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ സർട്ടൻ റിഗാർഡ് സെഗ്മെൻറ്റിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് അനസൂയ സെൻഗുപ്ത. 2024 DRDO വിജയകരമായി പരീക്ഷിച്ച എയർ ടു സർഫസ് മിസൈൽ രുദ്രം 2. ഓക്കെ, താങ്ക് യു.